Hi all, welcome to Revit Architecture Advanced 2025 program conducted by Civil Skills Academy. എൻ്റെ പേര് എഞ്ചിനീയർ റാഫി എന്നാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിവിൽ എഞ്ചിനീയറാണ് ഞാൻ. നമ്മൾ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡെമോ സെഷനിൽ നമ്മൾ സംസാരിച്ച് പോകുന്നത്. ആക്ച്വലി ഒരു 1 month ട്രെയിനിങ് പ്രോഗ്രാമാണ് റെവിറ്റിൻ്റെത്. പൂർണ്ണമായിട്ടും ഓൺലൈൻ ക്ലാസ്സാണ്. സോ നിങ്ങളുടെ ടൈം വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് കോഴ്സായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പാണ് ഉണ്ടായിരിക്കേണ്ടത്. ബേസിക് തൊട്ട് നമ്മൾ പറഞ്ഞു തരുന്നതുകൊണ്ട് ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും നമുക്കത് ക്ലാസ്സിൽ നിന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. സോ നമ്മുടെ കോഴ്സ് കരിക്കുലം ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബേസിക്കലി എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്നറിയാത്ത ആളുകൾക്ക് സോഫ്റ്റ്വെയർ നമുക്കൊന്ന് പരിചയപ്പെടാം. ദിസ് ഈസ് റെവിറ്റ് സോഫ്റ്റ്വെയർ. റെവിറ്റ് സോഫ്റ്റ്വെയർ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ബിം സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എമർജിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രോയിങ് ടെക്നിക്സ് ആണ് ബിം ഡ്രോയിങ് ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ജോലി സാധ്യതകളുടെ എണ്ണം അനേകായിരമായിട്ട് വർദ്ധിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഗൾഫ് കൺട്രീസിൽ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള പൊസിഷനായിട്ട് ബിം ഡ്രോയിങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോക്യാഡിനേക്കാളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് റെവിറ്റ് സോഫ്റ്റ്വെയറിൽ നല്ലൊരു എക്സ്പേർട്ടൈസ് നിങ്ങൾ നേടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓട്ടോക്യാഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മളും പഠിച്ചിട്ടൊരു ജോബിന് ട്രൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്ന കോമ്പറ്റീഷൻ വളരെ വലുതായിരിക്കും. റെവിറ്റ് നിങ്ങൾ എക്സ്പേർട്ടൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ജോബ് അക്യൂർ ചെയ്യാനുള്ള ചാൻസസ് അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ റെവിറ്റ് കോഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് റെവിറ്റിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. റെവിറ്റ് സോഫ്റ്റ്വെയറിൽ ഇതേപോലെ മുകളിൽ ആർക്കിടെക്ചറൽ ടാബ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടാബിനകത്ത് നമുക്കൊരു ബിൽഡിങ് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകളൊക്കെ നൽകിയിരിക്കുന്നത് കാണാം. വാൾ വരയ്ക്കാൻ സെപ്പറേറ്റ് ഓപ്ഷനാണ്, ഡോർ വരയ്ക്കാൻ ഓപ്ഷനാണ്, വിൻഡോ വരയ്ക്കാൻ ഓപ്ഷനാണ്. ഇനി അതിനകത്തേക്ക് എന്തെങ്കിലും ഇൻറ്റീരിയർ എലമെൻ്റ് ആയിട്ടുള്ള ബെഡോ ഡെസ്കോ ചെയറോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനുള്ള കമ്പോണൻ്റ് എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സാധ്യമാണ്. കോളം, റൂഫ്, സീലിംഗ്, ഫ്ലോർ അങ്ങനെയുള്ള എല്ലാ ബിൽഡിംഗ് കമ്പോണൻസും ഇവിടെ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഈ ഒരു റിബണിൽ കാണുന്ന ഈ ആർക്കിടെക്ചറൽ ഓപ്ഷൻസ് എല്ലാം വരയ്ക്കാൻ എക്സ്പേർട്ട് ആവുന്നുള്ള കാര്യം ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്. പ്രോപ്പർട്ടീസ് വിൻഡോ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ബ്രൗസർ അവൈലബിൾ ആണ്. പ്രൊജക്റ്റ് ബ്രൗസറിലാണ് നിങ്ങൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. കമ്പയറിംഗ് വിത്ത് ഓട്ടോക്യാഡ് റെവിറ്റ് സോഫ്റ്റ്വെയർ എങ്ങനെ അഡ്വാൻസ്ഡ് ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്ലോർ പ്ലാൻ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്, എലിവേഷൻ ഒരു സെക്ഷൻ ഉണ്ട്, ഷെഡ്യൂൾസിന് ഒരു സെക്ഷൻ ഉണ്ട്. ഷെഡ്യൂൾ മീൻസ് അതിൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ഷെഡ്യൂൾസ് എന്ന് പറയാം. അതേപോലെ അടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഷീറ്റ് ലേ ഔട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ് റെവിറ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് വെച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, ഗൾഫ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു പ്രൊജക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു ഗൾഫ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ 2D പ്ലാൻ ഡ്രോയിങ് മുതൽ ഇതിൻ്റെ എസ്റ്റിമേഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ കോഴ്സിൽ നിങ്ങൾ പഠിച്ചു പോകും. അതിനകത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പഠിക്കും. പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലോർ പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാന് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിലെവിടെയൊക്കെ ഡോറ് വരുന്നു, എവിടെയൊക്കെ ഹാള് വരുന്നു, അതേപോലെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെയൊക്കെ ഗ്രിഡ് ലേ ഔട്ടും ഇതിനകത്ത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 3D വ്യൂസ് ഇത് കാണാൻ സാധിക്കും. ഈ ഒരു വീടിൻ്റെ 360 ഡിഗ്രിയിലുള്ള വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോക്യാഡിൽ നമ്മൾ 2D ഡ്രാഫ്റ്റിങ്ങിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാന് വരയ്ക്കുന്ന അതേ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് 3D ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതേപോലെയുള്ള ഷീറ്റുകളിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ കൺട്രിക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ് ഷീറ്റിന് ഉണ്ടാവുക. അത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ് എങ്ങനെയാണ് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് പഠിക്കുന്നതായിരിക്കും. മാത്രമല്ല ഷെഡ്യൂൾസ് ആൻഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോരോ ക്വാണ്ടിറ്റികളായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും.
ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വാൾ ഷെഡ്യൂളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാൾസിൻ്റെയൊക്കെ ഏരിയ എത്ര, വോളിയം എത്ര, കോസ്റ്റ് എത്ര എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ മെൻഷൻ ചെയ്ത് അതിൻ്റെ എസ്റ്റിമേഷൻ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഷെഡ്യൂൾസ് നമ്മൾ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഇതിനകത്ത് 3D വ്യൂസ് വരയ്ക്കുന്നത്, 3D വ്യൂസ് എങ്ങനെ വരയ്ക്കുന്നു, എങ്ങനെ നമുക്ക് എലവേഷൻ വ്യൂ ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്, റിയർ സൈഡ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, ഇതെല്ലാം നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് പഠിക്കും. ഈ ഒരു ഫയലിനെ ഇഷ്ടാനുസരണം പ്ലാൻ വേണമെങ്കിൽ നമുക്ക് ഓട്ടോക്യാഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു പ്ലാൻ ഫയലിനെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോക്യാഡ് ഫയൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിതിനെ ഒന്ന് സേവ് ചെയ്ത് ഓട്ടോക്യാഡിൽ ഈ ഒരു ഫയൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ GF പ്ലാൻ എന്നുള്ള പേരിൽ ഇതിനെ സേവ് ചെയ്യുന്നു. ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് നമ്മളിപ്പം സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു GF പ്ലാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് CAD ഫയലായിട്ട് ആ ഒരു ഫയൽ വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ റെവിറ്റിൽ വരച്ചിരിക്കുന്ന ഫയൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓട്ടോക്യാഡിലേക്കോ 3ds Maxലേക്കോ സ്കെച്ചപ്പിലേക്കോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. 3D മോഡലിംഗ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണത്. മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻസ്കേപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻസ്കേപ്പിൻ്റെ ട്രെയിനിങ് കൂടെ അവൈലബിൾ ആണ്. എൻസ്കേപ്പ് എന്താണ് എന്നറിയാത്ത ഒരാൾക്ക് ഞാൻ റെവിറ്റിൽ ചെയ്തിരിക്കുന്ന വേറൊരു പ്രൊജക്റ്റ് കൂടെ കാണിക്കാം. ഇത് റെവിറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത് നമ്മൾ റെവിറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു മാളിൻ്റെ മോഡലിംഗ് ആണ്. മാളിൻ്റെ 3D മോഡലിംഗ് ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു മാള് നമുക്ക് എൻസ്കേപ്പിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന വ്യൂ ആണ് നിങ്ങളിപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു 3D വിഷ്വലൈസേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതേപോലെ എൻസ്കേപ്പിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു 360 ഡിഗ്രി ഹൈലി ക്വാളിറ്റി ഉള്ള ഒരു വിഷ്വൽ നമുക്ക് ലഭിക്കും. മാത്രമല്ല ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് നമുക്ക് ഇതേപോലെ സഞ്ചരിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡുള്ള ഭാഗങ്ങളൊക്കെ കാണാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഈ എൻസ്കേപ്പ് സോഫ്റ്റ്വെയറിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പം നേരെ ഇതിൻ്റെ ഫ്ലൈ മോഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ബിൽഡിങ്ങിനകത്തേക്ക് പോവുകയാണ്. ഇത് തന്നെ നമുക്ക് വാക്ക് മോഡ് ഉപയോഗിച്ചിട്ട് ബിൽഡിങ്ങിനകത്തുകൂടെ നടന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവിടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സുകൾ വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവിടെ വാൾസ് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്, ഇതൊക്കെ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെൻഡറിങ് കപ്പാസിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആണ് എൻസ്കേപ്പ് എന്ന് പറയുന്നത്. ഈ എൻസ്കേപ്പിൻ്റെ ട്രെയിനിങ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻസ്കേപ്പ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഗ്രാഫിക്സ് കാർഡുള്ള ഒരു കമ്പ്യൂട്ടർ ആവശ്യമാണ്. ഒരു 4GB ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻസ്കേപ്പ് ഇതിനകത്ത് റെൻഡർ ചെയ്യാൻ സാധിക്കും. ലൂമിയോൺ സോഫ്റ്റ്വെയർ നിങ്ങളെല്ലാവരും പരിചിതമായിട്ടുണ്ടാവും. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അത്രയും ഗ്രാഫിക്സ് നമുക്ക് ആവശ്യമില്ലെങ്കിലും നമുക്കൊരു 4GB ഗ്രാഫിക്സ് എങ്കിലും ഉള്ള കമ്പ്യൂട്ടറിലാണ് നിങ്ങൾക്ക് എൻസ്കേപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക. 2GB ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെവിറ്റ് വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എൻസ്കേപ്പ് സോഫ്റ്റ്വെയറിന് ചില പരിമിതികൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഉണ്ടായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് റെവിറ്റ് സോഫ്റ്റ്വെയറിൽ നിങ്ങളുമായിട്ട് ഡെമോ സെഷനിൽ സംസാരിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കോഴ്സിൽ നിങ്ങൾക്ക് വരുന്ന ഏതൊരു ചെറിയ ഡൗട്ടും വലിയ ഡൗട്ടും നമ്മൾ ഒരുപോലെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഡൗട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് AnyDesk സപ്പോർട്ട്, വാട്സപ്പ് സപ്പോർട്ടും അങ്ങനെ 2 തരത്തിലുള്ള സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. AnyDesk എന്ന് പറയുന്ന ഒരു സ്ക്രീൻ മിററിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിലുള്ള ഡ്രോയിങ് ഡയറക്റ്റ് അറ്റ് എ ടൈം നിങ്ങൾ അടുത്തൊരാൾ ഇരിക്കുന്നത് പോലെ നമുക്ക് ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഡൗട്ട് സപ്പോർട്ട് നൽകുന്നത്. അതോടൊപ്പം നമ്മൾ വാട്സപ്പ് സപ്പോർട്ട് കൂടെ നൽകുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് സപ്പോർട്ടും നമുക്ക് എനേബിൾ ആയിരിക്കും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കോഴ്സ് ഫീസിനകത്ത് നമുക്ക് റെവിറ്റിന് വളരെ വേർത്തി ആയിട്ടുള്ളൊരു കോഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നല്ലൊരു റെവിറ്റ് ഡ്രാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വർക്ക് കുറച്ചുകൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഡ്വാൻസ് ലെവൽ ടീച്ചിങ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യു ക്യാൻ ചൂസ് BIM റെവിറ്റ് ആർക്കിടെക്ചർ അഡ്വാൻസ്ഡ് പ്രോഗ്രാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.